ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു അടിപൊളി ദിവസമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് വോയിസൊക്കെ കൊടുത്ത് വ്ളോഗ് ചെയ്യുന്നത്. എങ്ങനെയാവും നോക്കാം നമുക്ക്. അപ്പം അതൊരു കുഞ്ഞിക്കുരുപ്പ് വന്നതാണ്. അപ്പം ഇന്ന് ഞാനൊരു 2 മണിയായപ്പോൾ എണീറ്റു എന്ന് പറയാൻ പറ്റില്ല, നല്ലപോലെ ഉറങ്ങിയൊന്നുമില്ല, എക്സൈറ്റ്മെൻറ്റ് കാരണം. ആക്ച്വലി ഇന്ന് എനിക്കും എൻ്റെ മോൾക്കും, ഹസ്ബൻഡ് ഓൾറെഡി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, എനിക്കും മോൾക്കും ഭയങ്കര സ്പെഷ്യൽ ദിവസമാണ്. ഞങ്ങളുടെ ഒരു ഡ്രീമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മോള് രാവിലെ ബ്ലാക്ക് കോഫി വേണമെന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കോഫി കുടിക്കുന്ന ആളല്ല, സോ ഇന്ന് എല്ലാവർക്കും ബ്ലാക്ക് കോഫി ആക്കാമെന്ന് കരുതി. അപ്പോൾ ചെറിയൊരു ബ്രീഫിങ് കോഫി ഇടുന്ന ടൈം കൊണ്ട് ഞാൻ തരാം എന്താണ് സംഭവം എന്ന്. അപ്പം എനിക്കും മോൾക്കും ഒത്തിരി ആഗ്രഹമായിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത്, ഞങ്ങളിപ്പോൾ UAE-യിലാണ്, നാട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി. 2 times ഞങ്ങൾ ട്രൈ ചെയ്ത് നടന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒന്നി പഴിച്ചാൽ മൂന്നെന്നാണല്ലോ, നമുക്കിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ആ കാര്യത്തിന്. അപ്പം വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് മോളെ പോയി ഉണർത്താം. അപ്പം മോളും ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് എല്ലാവരുടെയും ഉറക്കം ഭയങ്കര കമ്മിയായിരുന്നു, ഉറക്കമൊക്കെ കുറവായിരുന്നു എല്ലാവർക്കും. മോളെ ഞാൻ ആ കാര്യം പറഞ്ഞാണ് വിളിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇതായിട്ട് എണീറ്റു. അപ്പോൾ മോളെ എണീറ്റ് ഒന്ന് ഫ്രഷായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കോഫി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എനിക്ക് കോഫി കുറച്ച് ക്രീമി ടെക്സ്ചറിൽ കുടിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും ഈ ഫ്രോത്തർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. പിന്നെ കോഫിയൊക്കെ കുടിച്ചു, നമ്മൾ റെഡിയായി ഇറങ്ങി. എന്നെയും കാട്ടി കുറച്ച് അധികം എക്സൈറ്റഡാണ് മോള്. ആ ഒരു ദിവസത്തിന് വേണ്ടി സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അത് കണ്ടു, എനിക്കും കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡായിട്ട്. അപ്പം ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ടയേർഡാണെങ്കിൽ കൂടിയും ഓക്കെ നെക്സ്റ്റ് ഡേ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോവാണ്. മോളുടെ എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങളീ കാണുന്നത്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. നാളെ കുറച്ച് ടയേർഡായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിൽ വർത്താനമൊക്കെ കേട്ട് രാത്രിയിൽ ഉറങ്ങാനും ലേറ്റായി. ഓക്കെ, ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നൊരു 1 hour 33 minutes ഒരു ഡ്രൈവ് ഉണ്ട് ഈ സ്ഥലത്തേക്ക്. ആൻഡ് ഒരു ജേണി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ആക്ച്വലി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കോർഫിഖാനാണ്. കോർഫിഖാനിലേക്കുള്ള ഡ്രൈവ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺസ് ഞങ്ങൾ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈവ് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. ഈ നമ്മുടെ ടണലിൽ ഒത്തിരി ടണൽസൊക്കെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ കോർഫിഖാനിൽ അൽ സുഹൈബ് റെസ്റ്റ് ഏരിയ, അങ്ങനെ തന്നെയാണ് പറയുന്നതെന്നാണ് തോന്നുന്നത്, അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പം മോളുടെ എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. യെസ്, ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്ര രാവിലെ എണീറ്റ് പോകണമെങ്കിൽ ഇത് തന്നെ ആയിരിക്കും എന്ന്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് വെയിറ്റിംഗ് ആണ്. ഞാൻ 5 o'clock ആയപ്പോഴേ ഞങ്ങൾ അവിടെ എത്തി. അപ്പം ഒരു ഷൂട്ട് പോലെയൊക്കെ എടുക്കുന്ന മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഹസ്ബൻഡ് അതെല്ലാം ചെയ്തു കൊടുക്കും, നല്ല പോസൊക്കെ കാണിച്ചു തരും. ഇപ്പം തന്നെ നടക്കുന്ന കണ്ടില്ലേ. അപ്പം ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. ആൻഡ് ആ ഒരു മൊമെൻറ്റ് എനിക്ക് എങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം എന്നറിയില്ല. ആൻഡ് ഗൈസ്, ദിസ് ഈസ് ദ മൊമെൻറ്റ്.
That was magical. Thank you for watching. Bye.